ഡിയേഴ്സ്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ക്വയർ ഐഡന്റിറ്റീസ് ആണ് അല്ലെ. ചാപ്റ്റേഴ്സിൽ ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് സ്ക്വയർ ഐഡന്റിറ്റീസ്. അതിൽ തന്നെ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പല കുട്ടികൾക്കും A+ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ട്രിക്ക് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോവാണ്. ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് കലണ്ടറുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നമുക്കിതാ തുടങ്ങാം. നിങ്ങൾ ആദ്യം തന്നെ ഒരു നോട്ട്ബുക്കും പെന്നും എടുക്കുക, സ്കിപ്പ് ചെയ്യരുത്, ശ്രദ്ധിച്ചുണ്ടോ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ നമ്പറുകളെ, എത്ര നമ്പർ ഉണ്ട്? കറക്റ്റ് 9 നമ്പർ വരുന്ന രീതിയിൽ ഒരു ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അതിൽ തന്നെ കുറച്ച് നമ്പർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2, 8, 16, 10. ഓക്കെ, ശ്രദ്ധിച്ചേ. ഈ കലണ്ടറിനകത്ത്, ഈ ബോക്സിനകത്ത് വരുന്ന 9 നമ്പറുള്ള ഒരു ചതുരാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ വരുന്ന നമ്പേഴ്സ് തമ്മിൽ ഒരു ബന്ധമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ ഈ ദിവസം മൺഡേ ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്താണ്? ട്യൂസ്ഡേ. അടുത്ത ദിവസം എന്താണ്? വെനസ്ഡേ. ശരിയല്ലേ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. മൺഡേ 1-ാം തീയതി ആണെങ്കിൽ ട്യൂസ്ഡേ എന്താണ്? 2-ാം തീയതിയാണ്. സിമ്പിൾ, 1 കൂട്ടിയാൽ മതി. 2-ാം തീയതി ആണെങ്കിൽ അടുത്ത ദിവസം 3-ാം തീയതി. ഇനി തൊട്ട് താഴെ അടുത്ത മൺഡേ എപ്പോഴാണ് വരിക എന്നറിയോ? ഒരാഴ്ചയിൽ എത്ര ദിവസമാണല്ലേ? ഒരാഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. എത്രയാ? 7 ദിവസം. അപ്പൊ 7 കൂട്ടിയാൽ, 1-നോട് 7 കൂട്ടിയാൽ 8, 8-നോട് 7 കൂട്ടിയാൽ അടുത്ത തിങ്കളാഴ്ച 15-ാം തീയതി. തൊട്ടടുത്ത ദിവസങ്ങൾ കാണാൻ സിമ്പിൾ അല്ലേ? 8-നോട് 1 കൂട്ടിയാൽ 9, 9-നോട് 1 കൂട്ടിയാൽ 10, 15-നോട് 1 കൂട്ടിയാൽ 16, 16-നോട് 1 കൂട്ടിയാൽ 17. സിമ്പിൾ സിമ്പിൾ. ഇതേപോലെ നിങ്ങളോട് ഞാൻ പറയാണ്, ശ്രദ്ധിച്ചേ. നിങ്ങൾക്കിപ്പോ നടുവിലുള്ള നമ്പർ ആണ് തരുന്നത് എന്ന് വിചാരിക്കുക. നടുവിലുള്ള നമ്പർ 10 ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഓക്കെ, നമ്മൾ നോക്കാൻ പോവാണ്. സിമ്പിൾ. ഒരു ചൊവ്വാഴ്ച 10-ാം തീയതി ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ചൊവ്വാഴ്ച കാണാൻ 10-ൽ നിന്ന് 7 കുറച്ചാൽ മതി. അടുത്ത ചൊവ്വാഴ്ച കിട്ടാൻ 10-നോട് 7 കൂട്ടണം. ശരിയല്ലേ? 10-ാം തീയതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം കാണാൻ 10-നോട് 1 കുറച്ചാൽ മതി. അടുത്ത ദിവസം കാണാൻ 10-നോട് 1 കൂട്ടണം. ഇതാണ് ഐഡിയ. ഇതാണ് എന്റെ മക്കൾ പഠിക്കേണ്ട ഐഡിയ. ചൊവ്വ കഴിഞ്ഞ് ബുധൻ കാണാൻ 11, ഇവിടെയോ 9. ശരിയല്ലേ? 10-നോട് 7 കൂട്ടിയാൽ 17. ഇവിടെയാണെങ്കിലോ 10-ന്ന് 7 കുറച്ചാൽ 3. അപ്പൊ നമുക്ക് തൊട്ട് മുന്നിലുള്ള ദിവസം 3-ന്ന് 1 കുറച്ചാൽ 2, 3-നോട് 1 കൂട്ടിയാൽ 4 അല്ലേ? യെസ്. 17-നോട് 1 കൂട്ടിയാൽ 18. 17-ന്ന് 1 കുറച്ചാൽ എത്രയാടാ? 17-ന്ന് 1 കുറച്ചാൽ എത്രയാ? യെസ്. എത്രയാ? പറ. 16. യെസ്, സിമ്പിൾ. ശരിയല്ലേ? വളരെ ഈസി. ഇനി ഇതേപോലെ നടുവിൽ വരുന്ന നമ്പർ 9 ആണെങ്കിൽ താഴെ വരുന്ന നമ്പർ 9 + 7, മുകളിൽ വരുന്ന നമ്പർ 9 - 7, അതിന്റെ വലതു ഭാഗത്ത് വരുന്ന നമ്പർ 9 + 1, പിന്നിൽ വരുന്ന നമ്പർ 9 - 1. ഇപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ വരിക? ഇവിടെ 9-ന്ന് 1 കുറച്ചാൽ 8, ഇവിടെ നമ്പർ ഏതാ വരിക? 10, ഇവിടെ 9-ന്ന് 7 കുറച്ചാൽ 2, 9-നോട് 7 കൂട്ടിയാൽ 16. ശരിയല്ലേ? നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഇതൊക്കെയല്ലേ? 2, 8, 16, 10 ആണോ? 2, 8, 16, 10 കണ്ടോ? 2, 8, 10, 16. ഇനി നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. 8 × 10 മൈനസ് 2 × 16 ചെയ്ത് നോക്കാൻ പോ. 80-ൽ നിന്ന് 32 കുറച്ചാൽ എനിക്ക് കിട്ടുന്നത് 48 ആണ്. ഇങ്ങനെ ഒരു സ്ക്വയറിന്റെ അകത്ത് നമ്പേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴും 48 ആയിരിക്കും കിട്ടുക. നോക്കിക്കേ, ഇവിടെ നോക്കിക്കോ. 9 × 11 മൈനസ് 3 × 17 ചെയ്ത് നോക്കിക്കോ. 9 × 11 മൈനസ് 3 × 17 ചെയ്ത് കഴിഞ്ഞാൽ 99 മൈനസ് 51, അപ്പോഴും കിട്ടുന്ന ആൻസർ 48. ഓക്കെ, ഇതെല്ലാം ഇപ്പോഴും എന്തുകൊണ്ട് 48 വരുന്നു എന്നത് ബീജഗണിതം ഉപയോഗിച്ച് നോക്കിക്കേ. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദ ഡിഫറൻസ് ഈസ് 48 ഇൻ ഓൾ കേസസ്. എല്ലാം ഇപ്പോഴും എന്തുകൊണ്ടാണ് 48 വരുന്നത്? 48 കിട്ടുന്നതിന്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മക്കളെ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? നടുവിലുള്ള നമ്പർ ഞാൻ x ആയിട്ട് എടുക്കുക. ബീജഗണിതം എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്പർ എക്സിന്റെ ഫോമിൽ എഴുതുക. അറിയാത്ത നമ്പർ എക്സ്. നടുവിലുള്ള നമ്പർ എക്സ് ആണെങ്കിൽ എക്സിന്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ ഏതാ? x + 7. എക്സിന്റെ തൊട്ട് പുറകിലുള്ള നമ്പറോ x + 1. ശരിയല്ലേ? x + 1. ബാക്കിലുള്ളത് x - 1. ശരിയാണോ?
ഇതേപോലെ മുകളിലുള്ള നമ്പർ x-7, താഴെയുള്ള നമ്പർ x+7. ശരിയല്ലേ? ഇവിടെ നോക്ക്, 9 + 1, 9 - 1, 9 - 7, 9 + 7, നടുവിൽ 9 വരുമ്പോ x വരുമ്പോ x+7, x-7, x-1, x+1. സെറ്റാണോ? സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആർക്ക് തമ്മിലാണെന്ന് അറിയോ? ഇവനും ഇവനും. x+1 × x-1. അതിൽ നിന്ന് കുറയ്ക്കണം, മുകളിലും താഴെയുള്ളതും. x+7 × x-7. നിങ്ങൾ പഠിക്കുന്ന ഒരു റിസൾട്ട് ആണ് x² - y² ആണ് എന്ത്? x+y × x-y. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. രണ്ട് നമ്പറുകളുടെ സ്ക്വയറിന്റെ വ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് നമ്പറുകളുടെ സ്ക്വയറിന്റെ വ്യത്യാസം കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. എന്താണെന്നറിയോ മക്കളെ? നോക്കിക്കോ, ആ രണ്ട് നമ്പറും കൂട്ടുക, രണ്ട് നമ്പറും തമ്മിൽ കുറയ്ക്കുക, തമ്മിൽ ഗുണിക്കുക. അപ്പോൾ x+1 × x-1 എന്ന് പറഞ്ഞാൽ എന്താണ്? x² - 1² ആണ്. മൈനസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിടണം? ഒരു ബ്രാക്കറ്റ് ഇടാം. x+7 × x-7 എന്ന് പറഞ്ഞാൽ x² - 7². x² - 7² നമ്മൾ എന്ത് ചെയ്താ? x+7 × x-7. സെറ്റ്. അപ്പൊ x² - 1 മൈനസ്, നോക്കിക്കേ, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ x² - 7² 49. ഇനി നിങ്ങൾ ബ്രാക്കറ്റ് തുറക്കണം. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ബ്രാക്കറ്റ് തുറക്കുക. x² - 1, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ x² ഉണ്ട്, അതെന്താകും? -x² ആകും. ബ്രാക്കറ്റ് തുറക്കുമ്പോൾ മുന്നിൽ മൈനസ് ഉണ്ടെങ്കിൽ ചിഹ്നം മാറും. ഇവിടെ മൈനസ് ഇല്ലേ, അതെന്താകും? ചിഹ്നം മാറും, പ്ലസ് ആകും, +49. ഇനി നിങ്ങൾ നോക്ക്, x² നിന്ന് x² കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്? 49 ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ആ ഒന്നങ്ങ് കുറച്ചേക്ക്, അപ്പൊ ആൻസർ കിട്ടും 48. അതെല്ലാം ഇപ്പോഴും ആ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 48 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ട സാധനം ഇത് മാത്രമാണ്. പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യം ഇത് മാത്രമാണ്. ഇത് നമുക്ക് ഒരു 3 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഭാഗമാണ് കേട്ടോ. 3 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഇതേപോലത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇതേപോലത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട് മക്കളെ, ശ്രദ്ധിച്ചോ. ഇതേപോലെയുള്ള ഒരു ചോദ്യം കൂടെ എല്ലാരും ശ്രദ്ധിച്ചേ. ഇതേപോലെ ഇവിടെ ഇപ്പൊ നമ്മൾ കോർണറിലുള്ള നമ്പേഴ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇവിടെ കോർണറിൽ വരുന്ന നമ്പറുകളാണ് ഇതുപോലെ എടുക്കുന്നതെങ്കിൽ, കോർണറിലുള്ള നമ്പറുകളാണ് എടുക്കുന്നത്. നിങ്ങൾ ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 3 × 15 ചെയ്യുമ്പോൾ 45. അതേസമയം 1 × 17 ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ 28. ഈ വ്യത്യാസം എല്ലായ്പ്പോഴും 28 ആയിരിക്കും. ഇങ്ങനെ ബോക്സ് എടുത്തിട്ട് അറ്റത്തുള്ള കോർണറിലുള്ള നമ്പർ ആണെങ്കിൽ വ്യത്യാസം എത്രയായിരിക്കും? 28 ആയിരിക്കും. അതിന്റെ കാരണമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോ, എല്ലാരും നോക്കേ. എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഞാനിതാ പറഞ്ഞുതരാൻ പോവാണ്. കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? അറ്റത്തുള്ള നമ്പറുകൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 10 നിന്ന് 4ലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത്? 10 നിന്ന് 4ലേക്ക് പോകാൻ 6 കുറയ്ക്കണം. ശരിയല്ലേ? 10 നിന്ന് 2ലേക്ക് പോകാനോ? 8 കുറയ്ക്കണം. ശരിയാണോ? ശരിയാണ്. 10 നിന്ന് 16ലേക്ക് വരാൻ 10നോട് 6 കൂട്ടണം. ഇവിടെയാണെങ്കിലോ 18ലേക്ക് വരാൻ 8 കൂട്ടണം. ശരിയല്ലേ? ഇങ്ങനെയല്ലേ നമ്പേഴ്സ് ഉള്ളത്? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ കോർണറിലുള്ള നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കോർണറിലുള്ള നമ്പേഴ്സ് അല്ലേ? ആ 4 കോർണറിലുള്ള നമ്പേഴ്സ് എങ്ങനെയാ കാണുക? ഈ കോർണറിലുള്ള നമ്പർ കാണാൻ ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള നമ്പറിൽ നിന്ന് 8 കുറയ്ക്കണം. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ മക്കൾ നോക്ക്, x-8. ശരിയല്ലേ? ഈ കോർണറിലേക്ക് വരുമ്പോ നോക്ക്, ഈ കോർണറിൽ 10 + 8, അതായത് എക്സിനോട് 8 കൂട്ടുക. ശരിയല്ലടാ? ഇവിടെയുള്ള ഈ കോർണറിലുള്ള നമ്പർ നോക്ക്, 10 - 6. 10 നടുവിൽ, ഇവിടെ എക്സ് ആണ്, x-6. ശരിയാണോ? അപ്പൊ ഇവിടെയോ x+6. കണ്ടോ? x+6. ഇങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്.
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്രോസ് ആയിട്ട് അങ്ങോട്ട് ഗുണിച്ചോ. എക്സ് പ്ലസ് ആറ് എക്സ് മൈനസ് ആറ് തമ്മിലാണ് ഗുണിക്കേണ്ടത്. ആദ്യം എക്സ് പ്ലസ് ആറ് ഇൻറ്റു എക്സ് മൈനസ് ആറ് മൈനസ്, ഇവിടെയാണെങ്കിലോ എക്സ് പ്ലസ് എട്ടും എക്സ് മൈനസ് എട്ടും തമ്മിലാണ് ഗുണിക്കേണ്ടത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കുമ്പോൾ കണ്ടോ, എക്സ് മൈനസ് എട്ട്, ഇവിടെ എക്സ് പ്ലസ് എട്ട്. നോക്കിക്കേ, എക്സ് പ്ലസ് ആറ് ഇൻറ്റു എക്സ് മൈനസ് ആറ്, അതായത് എക്സ് സ്ക്വയർ മൈനസ് 36 മൈനസ് എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് 36 മൈനസ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇടണം, എക്സ് സ്ക്വയർ മൈനസ് 8ന്റെ സ്ക്വയർ അല്ലേ, ഇവിടെ 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, ഇതിനെ ബ്രാക്കറ്റിനുള്ളിൽ എഴുതി. ഇത്രയും എഴുതുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ മക്കളെ? ഇത്രയും എഴുതിയ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണോ? സെറ്റ് ആണോ? സിമ്പിൾ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താക്കും, ഇതിനൊന്നുകൂടെ മാറ്റും. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 64. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താക്കും, ഈ ബ്രാക്കറ്റ് ഒന്ന് തുറക്കും. എക്സ് സ്ക്വയർ മൈനസ് 36 മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റിനുള്ളിൽ എക്സ് സ്ക്വയർ ഉണ്ട്, അതെന്താകും മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 64 എന്താകും പ്ലസ് 64. ചെയ്യുമ്പോൾ നോക്കിക്കേ, എക്സ് സ്ക്വയറിൽ നിന്ന് നിങ്ങൾ ആ എക്സ് സ്ക്വയർ അങ്ങ് കുറച്ചോ, അപ്പൊ എന്താവും, അത് ക്യാൻസൽ ആവും. എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ ഓർക്കുമ്പോൾ അത് ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്, പ്ലസ് 64 ആദ്യം എഴുതിക്കോ, അതിൽ നിന്ന് 36 കുറച്ചോ, അപ്പൊ നിങ്ങൾക്ക് കിട്ടും 28. കണ്ടോ, അതാണ് ബീജഗണിതം ഉപയോഗിച്ച് വ്യത്യാസം 28 ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ എക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യണം. സിമ്പിൾ. സെറ്റ് ആണല്ലോ, സെറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇത്ര മാത്രമാണ്. ഇവിടെയുള്ള നമ്പർ 17 ആണെങ്കിൽ ഇവിടെയുള്ള നമ്പർ ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട്, മക്കളെ ഇവിടെയുള്ള നമ്പർ 17 ആണെങ്കിൽ ഇവിടെയുള്ള നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം. അതിന്റെ കൂടെ ഒറ്റ കാര്യം കൂടെ, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.